ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി കെയർ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന ആക്നെ എങ്ങനെ മാറ്റാം, പിഗ്മെന്റേഷൻ ഉള്ളത് എങ്ങനെ മാറ്റാം, പിന്നെ മറ്റേ സ്ട്രോബെറി ലെഗ്സ്, അതായത് കെരാറ്റോസിസ് പൈലാരിസ് എന്നൊക്കെ പറയില്ല, അതിനെയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസും ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലിട്ട് കിടക്കാം. ബോഡി കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് പറയേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന കുറച്ച് ബോഡി മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ്. ബോഡി കെയർ മിസ്റ്റേക്കുകൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. 2 നേരമൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇതിന്റെ pH എന്ന് പറയുന്നത് 7 to 9 ആണ്. നമ്മുടെ ബോഡിയുടെ pH എന്ന് പറയുന്നത് 4.5 to 6.5 ആണ്. നമ്മൾ ആൽക്കലൈൻ pH ഉള്ള, അതായത് 7 to 9 pH ഉള്ള സാധനം നമ്മുടെ സ്കിന്നിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഓയിൽ ഒരുപാട് സ്റ്റെപ്പ് ഔട്ട് ചെയ്യും. അത് കാരണമാണ് ഒരുപാട് പേരുടെയും സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ടുള്ള റീസൺ. അപ്പൊ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ pH ബാലൻസ്ഡ് ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യാം. ഡവ്, സെറ്റാഫിൽ, അതല്ലെങ്കിൽ നമ്മുടെ സെബാമെഡിൻ ഒക്കെ ഉള്ള സോപ്പുകൾ pH ബാലൻസ്ഡ് സോപ്പുകളാണ്. ഇതൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ പിയേഴ്സിനും pH ബാലൻസ്ഡ് സോപ്പല്ല. പിയേഴ്സിന്റെ pH എന്ന് പറയുന്നത് 7.9 to 9 അങ്ങനത്തെ ഒരു pH ആണ് പിയേഴ്സിൻ്റെ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കാനാണ് ചാൻസ്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബോഡി കെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അടുത്ത മിസ്റ്റേക്ക് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ബോഡിയിൽ പെട്ടെന്ന് ടാനിങ് വരും. അതായത് നമ്മൾ പണ്ട് ഇടുപ്പിടുമ്പോൾ ഇത്രയും താഴോട്ട് ഒരു കളർ, ഇതിന് മുകളിലോട്ടൊരു കളർ, ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് വരുന്നതാണ്. മൂന്നാമത് നമ്മൾ ബേക്ക് ആക്നെ ഉള്ള ആൾക്കാർ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഡ്രസ്സ് വിയർ ചെയ്യുന്നത്. അതായത് ഇപ്പം ഇന്ന് ബാക്ക് ആക്നെ ഉള്ള ഒരാൾ ഇന്നൊരു ഡ്രസ്സ് ഇട്ട് കുറച്ച് നേരമല്ലേ ഇട്ടുള്ളൂ എന്നുകൊണ്ട് വീണ്ടും ഇടുന്നതും ഒക്കെ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളാണ്. അടുത്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബോഡി വാഷ് ചെയ്യാനായിട്ട് ലോഫ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ചിലപ്പോൾ സോപ്പ് യൂസ് ചെയ്യും, അതിന്റെ മുകളിൽ കൂടെ ലോഫയും കൂടെ ഉപയോഗിച്ചാൽ സ്കിൻ ഡ്രൈ ആവാൻ വേറെ എങ്ങും പോകണ്ട. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ബോഡി കെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്ക് ആക്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുതുകത്തൊക്കെ വരുന്ന ഒരു ആക്നെ. ഇതിന് എന്തൊക്കെയാണ് റീസൺ? ഒന്നാമത്തെ ഹോർമോണൽ ചേഞ്ചസ്, അതായത് നമ്മൾ പ്യൂബർട്ടിയുടെ സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ആണുങ്ങൾക്കൊക്കെ ഒരു ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാവുന്നതുകൊണ്ടും നിങ്ങൾക്കൊക്കെ ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ മെഡിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്റ്റിറോയിഡ്സോ അതല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റിപ്ലേസ്മെന്റ് തെറാപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ബാക്ക് ആക്നെ വരാം. മൂന്നെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ. നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ബാക്കിൽ ഒരഞ്ഞിട്ട് ഒരു ഇറിറ്റേഷൻ വരും. അത് കാരണം നമുക്ക് ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ റീസൺ എന്ന് വെച്ചാൽ പുവർ ഹൈജീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ക്ലീൻ ചെയ്യാതെ വിയർത്ത ഡ്രസ്സ് വീണ്ടും വീണ്ടും റിവെയർ ചെയ്യും. ഫ്രണ്ട്സിൻ്റെത്, കസിൻസിൻ്റെത്, ബ്രദേഴ്സിന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ സിസ്റ്ററിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്ന കാരണം, അതൊക്കെ കാരണം നമുക്ക് വരാം. അഞ്ചാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ പോസ് ക്ലോഗ് ആവുന്നുണ്ട്. ഓൾറെഡി നമുക്ക് അവിടെ പോസ് ഉണ്ടല്ലോ, ഈ പോസിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് ബാക്ക് ആക്നെ വരാം. ആറാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലോഷൻസ് അതെല്ലാം ഒക്കെ നമ്മുടെ ഈ പോസിൽ പോയിട്ട് അടഞ്ഞിരുന്നിട്ട് ഗ്രീസി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കാരണം വരാം. അടുത്ത റീസൺ, ഏഴാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഇങ്ങനെ ബാക്ക് ആക്നെ വരാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ബാക്ക് ആക്നെ വരുന്ന റീസൺസ്. അപ്പൊ നിങ്ങളുടെ റീസൺ ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്ക് ആക്നെ മാറ്റാനായിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് മാറ്റാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് സാലിസിലിക് ആസിഡ് ബോഡി വാഷസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് മാറ്റാം. നമ്മുടെ കെമിസ്ട്രി പ്ലെയിൽ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുണ്ട് സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. ഇതിലൊക്കെ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് അവൈലബിൾ ആണ്. ഈ ബോഡി വേസ്റ്റിലുണ്ട് സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സാലിസിലിക് ആസിഡ് സ്പ്രേസ് വാങ്ങിക്കാൻ കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്പ്രേ യൂസ് ചെയ്യാം. ഞാൻ സ്പ്രേ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് കൺവീനിയൻറ്റ്, പെട്ടെന്ന് അടിക്കാമല്ലോ. അപ്പൊ സ്പ്രേസ് യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ടോണേഴ്സ്, BHA ടോണേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ലിറ്ററലി നമ്മുടെ ഫിക്സ്ഡ് ടേമിൽ സാലിസിലിക് ആസിഡ് ടോണർ കിട്ടും. അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ നേരം നമ്മുടെ സാലിസിലിക് ആസിഡ് ഫേസിൽ നമ്മുടെ
നിൽക്കും. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി മോയ്സ്ചറൈസർ എപ്പോഴും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കാം. നാസിനമൈഡ്, ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലുണ്ട് ഹൈൽഡ്രോണിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, ഡോട്ട് ആൻഡ് കീയിലുണ്ട് ഹൈൽഡ്രോണിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റ് നയാസിനമൈഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഒക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് സോറി അക്വലോജിക്കയിലുണ്ട് നമുക്ക് ബോഡി മോയ്സ്ചറൈസർ. നമ്മുടെ ബി ബോഡി വൈസിൽ 10% നയാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ബോഡി മോയ്സ്ചറൈസർ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി മോയ്സ്ചറൈസറുമായി ബോഡി വാഷ് ഓവർ എക്സ്പോളിയേഷനും നടക്കത്തില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ടിടുന്ന ക്ലോത്ത്സ് എപ്പോഴും ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും. മാക്സിമം കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി ടവൽസ് ഇല്ലേ, അത് മാക്സിമം കഴുകി യൂസ് ചെയ്യുക. ഒരു സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് വീണ്ടും അതെടുത്ത് യൂസ് ചെയ്ത് അങ്ങനത്തെ ഗ്യാപ്പ് ഇടാതെ ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കുളി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തൂർത്ത് നന്നായിട്ട് കഴുകുന്നത് ഒരു വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ ബോഡി ബാക്ക് ആക്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡ് സോപ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ബോഡി വാഷിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ബാക്ക് ആക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ ബോഡി നല്ല എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ബോഡി വാഷസ് ട്രൈ ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് തീരെ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റാഫിലിന്റെയോ അല്ലെങ്കിൽ സെബാബഡിന്റെയോ ഒക്കെ സോപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് pH അടങ്ങിയ ബോഡി വാഷസ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലുണ്ട് ഹൈഡ്രേറ്റിംഗ് ബോഡി വാഷ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഷേറ്റിലെ സെറമൈഡ് ബോഡി വാഷ്, അതുപോലെ ഫോക്സ്റ്റൈലിന്റെ സെറമൈഡ് ബോഡി വാഷ്, പിന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയിൽ ഹൈൽഡ്രോണിക് ആസിഡ് ബോഡി വാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ബി ബോഡി വേസ്റ്റിലുണ്ട് 5% നയാസിനമൈഡ് ബോഡി വാഷ്, അതിലേക്ക് നൂഡി എന്ന് പറയുന്ന ബ്രാൻഡിലുണ്ട് ഒരു ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്, പിന്നെ നമ്മുടെ അക്വലോജിക്കയുടെ റേഡിയൻസ് ആൻഡ് സ്ക്വീസി ഷവർ ജെൽ. ഇതെല്ലാം നമ്മുടെ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ ബോഡി വാഷസുകളാണ്. സെന്റഡ് ആയിരിക്കും, പക്ഷെ അത് ഓവർ സെന്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്കിൻ അത്ര അങ്ങോട്ട് ഡ്രൈ ആക്കാനായിട്ട് പോകുന്നില്ല. ഇനി നമ്മൾ എങ്ങനത്തെ ബോഡി ലോഷൻസ് ട്രൈ ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ബോഡി ലോഷൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഒന്നുകിൽ യൂറിയ, ലാക്ടിക് ആസിഡ്, നയാസിനമൈഡ് ഇതിനകത്ത് ഏതെങ്കിലും വേണം എന്നാണ്. യൂറിയ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹൈഡ്രേഷൻ പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യും. ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ ടാനിങ് ഒക്കെ ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നയാസിനമൈഡ് ഉള്ളതാണെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ആയിട്ട് നിർത്തുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ടാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് ആയിരിക്കും നല്ലത്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ യൂറിയ ആയിരിക്കും നല്ലത്. ഡ്രൈ സ്കിൻ ആണ് വലിയ ടാനിങ് ഒന്നും ഇല്ലെങ്കിൽ നയാസിനമൈഡ് അടങ്ങിയ ബോഡി ലോഷൻ ആയിരിക്കും നല്ലത്. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷീറ്റിലുണ്ട് ലാക്ടിക് ആസിഡ് ബോഡി ലോഷൻ, അതുപോലെ തന്നെ നമ്മുടെ സുഗന്ധയിലുണ്ട് ലാക്ടിക് ആസിഡ് ബോഡി ലോഷൻസ്, പിന്നെ നമ്മുടെ ബിഷ്കയിലുണ്ട് 10% AHA ബോഡി ലോഷൻ. പിന്നെ അതല്ല അപ്പൊ ഈ ബിഷ്കെയറിന് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നും അതുപോലെ കുറച്ച് കുരുവൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് യൂറിയ അടങ്ങിയത് വേണമെങ്കിൽ ബി ബോഡി വേസ്റ്റിന്റെ യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് നയാസിനമൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ബി ബോഡി വേസ്റ്റിൽ തന്നെയുണ്ട് നയാസിനമൈഡ്, മിനിമലിസ്റ്റിലുണ്ട് നയാസിനമൈഡ്, ഫോക്സ്റ്റൈലുണ്ട് നയാസിനമൈഡ്, പിന്നെ ഹൈൽഡ്രോണിക് ആസിഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലുണ്ട്, ഡോക്ടർ ആൻഡ് കീയിലും ഉണ്ട്. അപ്പോൾ പിന്നെ ബെക്കെ എന്ന് പറയുന്ന ബ്രാൻഡിലും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ബോഡി മോയ്സ്ചറൈസേഴ്സ്. ഇനി നമുക്ക് കെരാറ്റോസിസ് പൈലാരിസ് ഒക്കെ ഉള്ള ആൾക്കാരെ പറ്റി നോക്കാം. ഞാൻ പിക്ചർ കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ കെരാറ്റോസിസ് പൈലാരിസ് അഥവാ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് റീസൺസ് കാരണം വരാം. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ കാരണം വരാം, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഷേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാം, നമ്മുടെ ഇൻഗ്രോൺ ഹെയർ അതായത് നമ്മുടെ ഹെയർ ഇല്ലേ അത് അകത്തോട്ട് വളരുന്ന കാരണം വരാം, നമ്മുടെ ഹെയറിന്റെ റൂട്ട് നല്ല തിക്ക് ആയതുകൊണ്ടും സ്കിൻ നല്ല തിൻ ആയതുകൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരാം. അപ്പൊ ഇതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു AHA BHA ബോഡി വാഷസ് ആണ്. അപ്പൊ അങ്ങനത്തെ ബോഡി വാഷസിന്റെ കൂടെ നല്ല എക്സ്ഫോളിയേറ്റിംഗ് ബോഡി മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെർഫെക്റ്റ് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ AHA BHA ബോഡി വാഷസ് ഏതൊക്കെയായെന്ന് നോക്കാം. കെരാറ്റോസിസ് പൈലാരിസ് വരും ഏറ്റവും നല്ലത് AHA ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് ആണ്. കാരണം ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയ ബോഡി വാഷസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റിലോട്ട് ഇറങ്ങി തരത്തും എന്നാൽ നമ്മുടെ പുറത്തെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബോഡി വാഷസ് ഹെൽപ്പ് ചെയ്യും.
ഇനി റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഷേറ്റിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ബോഡി വാഷ്, അതുപോലെ തന്നെ ബി ബോഡി വൈസിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കെമിസ്റ്റഡ് പ്ലേയിലുണ്ട് HA BHA ബോഡി വാഷ്, ആ സൂപ്പർ ബോഡി വാഷ് ആണ് പേഴ്സണൽ ഫേവറേറ്റ് ബോഡി വാഷ് ആണ്. അപ്പോൾ ഇത്രയും ബോഡി വാഷസുകളാണ് നമ്മൾക്ക് ബേസിക്കലി ഇപ്പോൾ ഉള്ളതിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ബോഡി വാഷ് പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്. നോർമലി ഏതെങ്കിലും ഒരു ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ടോണേഴ്സ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് സ്പ്രേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് ബോട്ടിൽ വലിയൊരു സ്പ്രേ ബോട്ടിൽ ഇൻസേർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ, ടോപ്പ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, അതുപോലെ തന്നെ നമ്മുടെ ഓർഡിനറിയിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു എക്സ്ഫോളിയേഷൻ നടക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ലാക്റ്റിക് ആസിഡ് ബോഡി മോയിസ്ചറൈസേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ സുഗന്ധയെന്നോ അതല്ലെങ്കിൽ വിഷ്കേരിന്നോ അതല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിന്നോ ഏതെങ്കിലും ഒരു ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് കോംബോ ആണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന സ്കിൻ കണ്ടീഷൻസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ ബോഡി കെയർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഫ്രാഗ്രൻസ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ബോഡി മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ അതിന് എത്രത്തോളം ഹൈഡ്രേഷൻ തരുന്നു എന്നുള്ളതിനുപരി നമ്മൾ നോക്കുന്നത് അതിന് എത്രത്തോളം മണമുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണല്ലേ. സത്യത്തിൽ കാരണം നമുക്ക് ബോഡിക്ക് ഒരു സെൻറ്റ് വേണമെങ്കിൽ നമുക്ക് സ്പ്രേസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും. നമ്മൾ മോയ്സ്ചറൈസർ ബോഡിയിൽ യൂസ് ചെയ്യുന്ന എപ്പോഴും അതിൻ്റെ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രാഗ്രൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എപ്പോഴും ഹൈഡ്രേഷൻ തരുന്ന ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മാത്രമല്ല ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഇറിറ്റേഷൻസോ സൊറൈസിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ളത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടത്തേയുള്ളൂ, വഷളാവത്തേയുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയുടെ pH, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് അതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത്, സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ഫ്രാഗ്രൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ചുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഫ്രാഗ്രൻസ് ഉള്ള നല്ല ബോഡി മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ ഫൈൻ, പക്ഷെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഫ്രാഗ്രൻസ് കാരണം ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ലോങ് പീരീഡിൽ ഒരേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് ചൊറിച്ചിൽ പോലെയുള്ള കണ്ടീഷൻസ് നമുക്ക് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതും കൂടെ എപ്പോഴും ശ്രദ്ധിക്കാം. ബോഡി വാഷ് ആയിക്കോട്ടെ, ബോഡി മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫ്രാഗ്രൻസിന് പിറക്കെ പോവാതെ നമ്മുടെ സ്കിൻ കണ്ടീഷൻ എന്താണോ അതനുസരിച്ചുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സും ലോഷൻസും സെലക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബോഡി വാഷസും സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന സാധനം ഈ പറയുന്നതിൽ 99% ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബോഡി സൺസ്ക്രീൻ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പണ്ട് പറയുന്ന പോലെ നമ്മുടെ കൈക്കുള്ള 2 കളറൊക്കെ ഇല്ലേ, അതൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റ് ബോഡി സൺസ്ക്രീൻ തന്നെയാണ്. മിനിമം SPF 30 PA++ ഉള്ള ബോഡി സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മിനിമലിസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിഷ്കെയറിലുണ്ട്, വിഷ്കെയർ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ബി ബോഡി വൈസിലുണ്ട്, പിന്നെ നമ്മുടെ ഫോക്സ്റ്റൈലിന് വിറ്റാമിൻ C ബോഡി മോയ്സ്ചറൈസർ അല്ലാത്ത SPF ഉണ്ട്, ഫിക്സ്ഡെർമയിൽ ഉണ്ട്. ഇങ്ങനെയുള്ള ബോഡി ലോഷൻ സൺസ്ക്രീൻ ലോഷൻസ് അവൈലബിൾ ആണ്. സ്പ്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്വലോജിക്കയിൽ ഉണ്ട്, അതുപോലെ ഫിക്സ്ഡെർമയിൽ ഉണ്ട്, പി ബോഡി വൈസിലുണ്ട്. ഇതിനകത്തൊക്കെ സൺസ്ക്രീൻ സ്പ്രേസ് അവൈലബിൾ, സൺസ്കൂപ്പിലും ഒക്കെ സൺസ്ക്രീൻ സ്പ്രേസ് അവൈലബിൾ ആണ്. ഇത്രയും സാധനത്തിൽ സൺസ്ക്രീൻ സ്പ്രേയുടെ ഫോമിലും കിട്ടും, നമുക്ക് ലോഷന്റെ ഫോമിലും കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൺസ്ക്രീൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ കാർ ഓടിക്കുന്ന ആൾക്കാരും ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരും, നിങ്ങൾ ഇൻ കേസ് കയ്യിൽ ഗ്ലൗസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കൈ പോലെ പെട്ടെന്ന്, മുഖം പോലെ പെട്ടെന്ന് ഫൈൻ ലൈൻസും റിങ്കിൾസും നമ്മുടെ കയ്യിലും വരും, കാരണം സൺ ഡാമേജ് കാരണം. അല്ലാതെയും നോർമലി ഹെറിഡിറ്റി ആയിട്ട് വരുന്ന ആൾക്കാരുടെ ബർത്തിലൊക്കെ ചെറിയ ചുളിവുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൺ ഡാമേജ് പെട്ടെന്ന് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ പെട്ടെന്ന് അടിക്കത്തില്ലേ, അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കയ്യിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ജെൽ നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് ഇതുപോലെ, അങ്ങനെയാണെങ്കിൽ കയ്യിൽ ഇടാൻ നമുക്ക് UV ഗ്ലൗസ് അവൈലബിൾ ആണ്. അപ്പൊ അത് വാങ്ങിയിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ഗ്ലൗസ് അല്ല യൂസ് ചെയ്തത്, ഞാൻ ഫസ്റ്റ് സൺസ്ക്രീൻ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴാണ് ഗ്ലൗസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ അത് വളരെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് തോന്നി. സോ അങ്ങനെ എക്സ്റ്റൻഷൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ച് ബാത്തിങ് ടിപ്സ് പറഞ്ഞു തരട്ടെ.
ചില ആൾക്കാർ പ്രത്യേകിച്ച് നമുക്ക് 2 നേരം കുളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുളി ഒരുപാട് നേരം ആക്കണ്ട, സത്യത്തിൽ കക്കുളിയാണ് നല്ലത്. അതായത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇറങ്ങുക, അതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സോപ്പ് അല്ലെങ്കിൽ ഷവർ ജെല്ലൊക്കെ ഇട്ട് 2 പ്രാവശ്യം കഴുകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഫേസിലത്തെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഇല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ 2 നേരവും കുളിക്കുന്നെങ്കിൽ ഒരു 4 മിനിറ്റ്സ് ഒക്കെ മാക്സിമം പെട്ടെന്ന് കുളിച്ചിറങ്ങുക, അതായത് കാക്കുകുളി തന്നെയാണ് നല്ലത്. അടുത്ത രണ്ടാമത്തെ കാര്യം, ഒരുപാട് ചൂടുവെള്ളമോ ഒരുപാട് തണുത്ത വെള്ളം യൂസ് ചെയ്യാതെ ലൂക്ക് വോം വാട്ടർ, അതല്ല എന്നുണ്ടെങ്കിൽ ടാപ്പ് വാട്ടറും ആയിരിക്കും എപ്പോഴും ബെസ്റ്റ് കുളിക്കാനായിട്ട്. പിന്നെ ലോഫ, പിന്നെ അല്ലാണ്ട് ഈ ബാത്തിങ് ബ്രഷസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ല, അതിനേക്കാളും നല്ലത് നമ്മുടെ കൈ തന്നെയാണ്. പിന്നെ നമുക്ക് സ്ക്രബുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ് ഒക്കെ ഉണ്ടെങ്കിൽ ബോഡി സ്ക്രബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോഡി വേസ്റ്റിൽ കെമിസ്ട്രി പ്ലേയിലും ഒക്കെ നല്ല ഡവിലും ഒക്കെ നല്ല ബോഡി സ്ക്രബ്സ് അവൈലബിൾ ആണ്. ഇത് 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്താൽ മതി, പക്ഷേ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ എൻ്റെ ഒരു സീക്രട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യാറുള്ളതാണ്, ഞാൻ വീക്ക്ലി വൺസ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന എക്സ്ഫോളിയേറ്റിംഗ് പീലുകളില്ലേ, കെമിക്കൽ പീൽ, അത് ഞാൻ ഫുൾ ഓവറോൾ ബോഡിയിലും കൂടെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ എന്താ പറയുക, ടാനിങ്ങിന്റെ ഇത്, പിന്നെ എന്റെ ബാക്ക് ആക്നെയൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത സാധനമാണ്. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കാലിൽ പെട്ടെന്ന് ടാനിങ് വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് ഇല്ലേ, അത് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യുക. പക്ഷേ നെക്സ്റ്റ് ടൈം മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാത്തിങ് ടിപ്സ്. പിന്നെ നിങ്ങൾ കാലില് എന്താ ക്രാക്ക് ഹീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ എന്താ പ്യൂമിക് സ്റ്റോൺ പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതും ബെസ്റ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നൈറ്റിൽ വാസ്ലിൻ കാലിൽ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് ബെസ്റ്റ് വേ ആണ്. ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. പിന്നെ കാലിൽ നമുക്ക് യൂറിയ അടങ്ങിയ മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഡി കെയറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ്സായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ, നമുക്ക് നെക്സ്റ്റ് Q&A ചെയ്യാം. അല്ല വീഡിയോ മൊത്തത്തിൽ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അല്ലാണ്ട് വീഡിയോ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് അഡ്വൈസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ വരുന്ന അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലുമാണ് ഞാൻ വരുന്നത്. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.